മഹിമയേഴും പരമേശ പാഹി മാമേശു മഹേശ. നിസ്തുല സ്നേഹ സാഗരമേഘ പ്രസ്തവ്യമേ തിരുനാമം. ക്രിസ്തോ നീതാനൻ വിശ്രാമം. പ്രസ്തവ്യമേ തിരുനാമം. ക്രിസ്തോ നീതാനൻ വിശ്രാമം. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും. നിന്മധുരാമൃതവചനം ഖിന്നതയാകവേ പോക്കും. നിന്മധുരാമൃതവചനം ഖിന്നതയാകവേ പോക്കും. മഹിമയേഴും പരമേശ പാഹി മാം യേശു മഹേശ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണയുള്ള നാഥാ സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നല്ലോ. എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കണം ഭാഗ്യം ഒരുക്കിയല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം 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 സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുന്നിടത്തെ വചനമാ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന സമാധാനം, സന്തോഷം, സൗഖ്യം, ദൈവകൃപ, ആയുസ്സ്, ആരോഗ്യമെല്ലാം ഓർത്ത് കൊടാനുകൂടി സ്തോത്രം സ്തോത്രം സ്തോത്രം. അനേകർക്ക് ലഭിക്കാത്ത ഈ ഭാഗ്യ ദിവസം എളിയവരുടെ ജീവിതത്തിൽ ദാനമായി തന്നല്ല കർത്താവേ. ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം. അനേകാര്യങ്ങൾ മൺമറഞ്ഞപ്പോൾ ഹല്ലേലൂയ, അനേകർ ആശുപത്രി മുറികളിൽ അയ്യം വിളിക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്ന സമാധാനം, സൗഖ്യമൊക്കെ ഓർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. ഞങ്ങളുടെ മിടുക്കും സാമർഥ്യം ഒന്നുമല്ല കർത്താവേ, അവിടുത്തെ വലിയ ദയ ഒന്ന് മാത്രമാണ് കർത്താവേ. ഞങ്ങളൊന്നുകൂടെ ശുദ്ധീകരണം പ്രാപിക്കുവാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്രകാരം താഴ്മയോടെ ജീവിപ്പാൻ, പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച സകല പ്രിയ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ച് തരുന്നു കർത്താവേ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ അറിയുന്നവൻ അവിടുന്നാകിയാൽ ഞങ്ങളുടെ സകല ചിന്താകുലങ്ങളും ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ അങ്ങ് ഇട്ട് തരികയാ. ഞങ്ങളുടെ ഭാരം ചുമക്കുന്ന ദൈവം അങ്ങ് മാത്രമാകിയാൽ അപ്പാ, ഞങ്ങൾ ഭാരമണിഞ്ഞ് സ്വസ്ഥതയുള്ളവരായി എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന മക്കളായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങൾക്ക് ദാനം തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസമൊക്കെ ഏൽപ്പിക്കട്ടെ കർത്താവേ. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ പഠിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, എല്ലാ മക്കളും പ്രത്യേകിച്ച് ഹാലിൽ പ്രാർത്ഥന ചോദിച്ച എൻ്റെ പ്രിയ മക്കൾ കർത്താവേ, ജനുവരി മാസത്തിൽ പരീക്ഷ നടക്കേണ്ട കുഞ്ഞുങ്ങൾ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, മെഡിസിൻ്റെ ലൈസൻസിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, എൻ്റെ കർത്താവേ, നിൻ്റെ അത്ഭുതത്തിൻ്റെ കരമൊന്ന് നീട്ടണമേ കർത്താവേ. ആമേൻ ഹല്ലേലൂയ. മെഡിക്കൽ എക്സാമിനേഷനൊക്കെ നന്നായിട്ട് എഴുതുവാനും ആ ലൈസൻസൊക്കെയും തൻ്റെ മകൾക്ക് ലഭിപ്പാനും എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. തൻ്റെ മക്കളുടെ പ്രാർത്ഥനാ ശബ്ദം കൈക്കൊള്ളണമേ. അടിയൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കൈക്കൊള്ളണമേ. ജയത്തോടെ മക്കളെയൊക്കെ നടത്തണമേ. പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന ഓരോ മക്കളുടെ മേലും അവിടുത്തെ ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ സന്തോഷത്തോടെ പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും നല്ല മാർക്കോടെ പാസ്സാകുവാനും സ്വർഗം സഹായിക്കുന്നവർക്ക് നന്ദി. പുതുവർഷത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജയം തന്നെ മക്കൾക്ക് ഒരുക്കുന്നവർക്ക് സ്തോത്രം. അറിയാത്ത വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കുവാൻ പോകുന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദി കർത്താവേ. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. OIT, IELTS
നേഴ്സും ജർമ്മൻ പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. റിസൾട്ട് ലഭിച്ച മക്കളുണ്ട് കർത്താവേ. ഞങ്ങളവരെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ചൻ ഹല്ലേലൂയ തൻ്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ച സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുമാറാകണം. അത് നന്മയ്ക്കായി ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉപജീവനമാർഗമില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കൾക്കും സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തടസ്സങ്ങളും മുടക്കങ്ങളും മാറ്റിയിരിക്കാൻ സ്തോത്രം സ്തോത്രം. നന്ദി പിതാവേ, നന്ദി. ഹല്ലേലൂയ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഓരോ മക്കളെയും പേരുപേരായിട്ട് ഏൽപ്പിക്കുന്നു. പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വിശ്രമിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരെ സഹായിക്കണമേ, ജയം കൊടുത്ത് മാനിക്കണമേ, ഭാരപ്പെടുവാൻ സമ്മതിക്കല്ലേ എന്നും പ്രാർത്ഥിക്കുന്നു. തുടർന്നും പരീക്ഷ നടക്കണമെന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പാ, അവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ആമേൻ. കിട്ടുന്ന സമയങ്ങളൊക്കെ തക്കത്തിൽ ഉപയോഗിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കുവാനൊക്കെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹാലിൽ ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ ഓർക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം തക്ക തുണി ഒരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് ഹാലിലെ വിവാഹത്തിന് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ. കാനാവിലെ കല്യാണം പോലെ ഒന്നിനും കുറവ് കൂടാതെ ഓരോ മക്കൾക്കും വേണമെന്നെല്ലാം തക്ക സമയത്ത് കർത്താവ് ക്രമീകരിച്ച് ഹാലിലെ സ്വർഗം മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാനും സഹായിച്ചാട്ട് കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ മാസന്തികളും കൂടുതൽ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, സ്തോത്രം സ്തോത്രം. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. ഹാലിൽ ഭവനം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഭവനം പണിയുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഇടയാക്കണമേ. യാതൊരു കഷ്ടനഷ്ടവും ഉണ്ടാകാൻ അനുവദിക്കല്ലേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. കടഭാരമുള്ള മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണേ അപ്പാ. ദൈവനാമം മഹത്വപ്പെടുവാൻ സഹായിക്കണേ. ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, സ്തോത്രം സ്തോത്രം. കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ജോലി ചെയ്യുന്ന മക്കളെയെല്ലാം അനുഗ്രഹിക്കണേ. ആരോഗ്യത്തിലും സമാധാനത്തിലും ജോലി ചെയ്യാൻ സഹായിക്കണമേ. ആമേൻ. ചില പ്രയാസ പ്രതികൂലത്തിന് നടുവിൽ കൂടി കടന്നുപോയ കുഞ്ഞുങ്ങളെ വിടുവിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവേ, അവർക്ക് വേണ്ടുന്ന പരിഹാരമായി സ്വർഗം ഇറങ്ങിയതോർത്ത് നന്ദി. സ്തോത്രം സ്തോത്രപ്പ സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. കർത്താവേ, സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. പുതിയ നന്മകളും അനുഗ്രഹം നൽകി ഓരോ മക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ചില നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന വിഷയങ്ങളുമുണ്ട്. എൻ്റെ അപ്പൻ അതിന്മേലൊക്കെയും പരിഹാരം തരുന്നതോർത്ത് നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ, മറുപടി ഇറക്കുന്ന ദൈവമാ. സ്തോത്രം സ്തോത്രം. കർത്താവേ, സ്തോത്രം. ഈ സമയം ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ ചുറ്റുപാടുകളെ അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ താങ്ങിക്കൊള്ളണമേ. കിടക്കയിലായിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ അപ്പാ. സ്തോത്രം സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ സമർപ്പിക്കുകയാ. അരുതാത്തത്തിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കലേ തമ്പുരാനെ. നീ അവർക്ക് പോകേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരുതാത്ത ബന്ധത്തിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. തവി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സ്വർഗം നിയന്ത്രിച്ചു കൊള്ളണമേ. എൻ്റെ അപ്പൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. ഓരോ മക്കളും ദൈവകൃപയെ അനുസരിച്ച് ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഹല്ലേലൂയ. നന്ദി 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 പിതാവേ. ഞങ്ങളുടെ പൈതങ്ങളെല്ലാം വളർത്തി തരണം. ബാലപീഠയിൽ നിന്നെല്ലാം വിടുവിച്ചു കൊള്ളുമാറാകണം. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി വളർന്നു മുതിർന്നു വരാൻ സഹായിക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. സ്വർഗത്തിലെ ദൈവമേ, എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായപ്പാ. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഹല്ലേലൂയ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ള ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയപ്പാ. സ്തോത്രം. തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്ന മക്കളെ, ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രപ്പാ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള മക്കൾ, എൻ്റെ ദൈവമായ കർത്താവേ, ഇവിടുന്ന് സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഓപ്പറേഷന് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. ICUലും CCUലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ടപ്പാ. എൻ്റെ കർത്താവേ, നിൻ്റെ കരുണയുടെ കരം നീട്ടണമേ. സൗഖ്യം പ്രതീക്ഷിച്ച് കിടക്കുകയാ.
കഴിഞ്ഞ നാളുകളിൽ അത്ഭുതം ചെയ്ത ദൈവം ഇന്നും ഹാലലി അത്ഭുതവാനാ വീരനാം ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, ഓരോ രോഗികളുടെ മേലും ആ കരമൊന്ന് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിച്ചിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, സ്തോത്രം. ഹാലലുയ്യ, നന്ദി കർത്താവ്. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഓരോ കുടുംബത്തെയും സമർപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കണമേ. പ്രത്യാശയോടെ ജീവിപ്പാനുള്ള ഉറപ്പും ധൈര്യവും ബലവും കൊടുത്ത് കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ വാഹനത്തിലും അപ്പച്ചൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണേ, ആപത്തനത്തിൽ നിന്ന് വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ സ്തോത്രം, ഹാലലുയ്യ. ഈ സമയം കർത്താവേ, ഹാലലുയ്യ കർത്താവേ, ഞങ്ങളുടെ ഉപജീവനമാർഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ അപ്പാ. സ്തോത്രം കർത്താവേ. ഹാലലുയ. ആരുടെയും മുമ്പിൽ തലകുനിക്കാൻ അനുവദിക്കാതെ സ്വർഗം മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ബിസിനസ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നവരുടെ ബിസിനസ്സുകളെ കർത്താവ് അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളണം. എല്ലാം നന്മയ്ക്കായി ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു. പിതാവേ സ്തോത്രം. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ നല്ല ദിവസത്തിൽ പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി തീർക്കണം. ആരോഗ്യത്തിലും സമാധാനത്തിലും ഞങ്ങളായിരിക്കണം. യാതൊരു കഷ്ടമോ നഷ്ടമോ സങ്കടമോ ഭാരമോ പ്രയാസമോ ഞങ്ങൾക്കുണ്ടാകാൻ അനുവദിക്കാതെ സ്വർഗത്തിലെ അപ്പത്തിൻ്റെ കാൽവറിയത്തെ കോട്ടക്കുള്ളി ഞങ്ങൾക്കുള്ളവരെയും ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒരുപോലെ മറയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സുവിശേഷ വേലക്കാരെ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഓരോരുത്തരും സത്യസന്ധരായി ദൈവകൃപ നിറഞ്ഞവരായി എല്ലാ കാര്യം ചെയ്തെടുപ്പാൻ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്ന അപ്പച്ച. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നടത്തണം. മഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.